ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ലേറ്റസ്റ്റ് ലൈൻ. നമുക്കിന്ന് ഹോട്ടലിലൊക്കെ കിട്ടുന്ന ടൈപ്പ് ഒരു ഗ്രീൻ പീസ് മസാല കറി റെഡിയാക്കിയാലോ. വെജുകാർക്ക് നോൺ വെജിൻ്റെ അതേ ടേസ്റ്റിൽ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മളിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് സവാള നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഇതിലേക്ക് ഒരു പീസ് ബേ ലീഫും പട്ടയും 1/2 ടീസ്പൂൺ പെരുംജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് 1/2 തക്കാളി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ പുളിയുള്ള തക്കാളി ആയതുകൊണ്ടാണ് 1/2 ചേർത്ത് കൊടുത്തത്. ഇനി 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 2 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ച് മസാലയൊക്കെ മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ്, വെറുതെ ഉപ്പ് മാത്രം ചേർത്ത് ഗ്രീൻ പീസ് വേവിച്ച് വെക്കാം നേരത്തെ തന്നെ. എന്നിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടെ വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു 5 മിനിറ്റോളം നന്നായി തിളയ്ക്കണം. ഗ്രീൻ പീസിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങി വരണം. നന്നായി തിളച്ച് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഒരു പിടി മല്ലിയില ചെറുതായി അരിഞ്ഞിട്ട് അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അടച്ചു വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് കിട്ടും കേട്ടോ. 1 മിനിറ്റ് ഒന്ന് തിളച്ചാൽ മതി. അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല സ്വാദിഷ്ടമായിട്ടുള്ള നോൺ വെജിൻ്റെ അതേ ടേസ്റ്റിൽ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു വെജ് കറി റെഡി ആയിട്ടുണ്ട്. എളുപ്പമാണ്, ഇത്ര പണിയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഏത് പലഹാരത്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം.